ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാർ എങ്ങനെ ഷേപ്പ് ചെയ്യാമെന്ന് നോക്കാം. ചില ചുരിദാറിന് ഷോൾഡർ ഇറങ്ങിക്കിടക്കും, ഓപ്പൺ ഇറങ്ങിക്കിടക്കും. അപ്പോൾ അത് എങ്ങനെയാണ് വൃത്തിയിൽ ചെയ്യുന്നത് എന്ന് കാണാം. ചുളിവ് വരാത്ത വിധം നല്ല വൃത്തിയിൽ നീർത്തിയിട്ട് അളവെടുക്കുക. അളവ് വരയ്ക്കുമ്പോൾ എപ്പോഴും 1/2 ഇഞ്ച് കൂട്ടിയിടാൻ നോക്കണം. എന്നാൽ തയ്ച്ച് വരുമ്പോൾ അത് വൃത്തിയാവും. കൈക്കുഴിയൊന്നും ചുളിവ് വരാതെ നോക്കണം. കൈക്കുഴിയൊന്നും ചുളിവ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് വൃത്തികേടായി കിടക്കും. ഇതുപോലെ കട്ട് ചെയ്താൽ മതി. 1/2 ഇഞ്ച് എപ്പോഴും വിട്ട് വേണം കട്ട് ചെയ്യാൻ. അത് തയ്ച്ച് വരുമ്പോൾ അത് ശരിയായിക്കൊള്ളും. സ്ലീവിൻ്റെ അളവ് നോക്കാം. ചില സ്ലീവിന് ഇറക്കം കിട്ടില്ല. അത് കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ അങ്ങനെ വരുന്നത്. അപ്പം അത് കുഴപ്പമില്ല. ഇറക്കം കിട്ടുന്നതാണെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ആ സെയിം മതി. സ്ലീവിന് ചിലപ്പോൾ പട്ട ഉണ്ടായിരിക്കും. അത് കയറ്റി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അളവ് നോക്കി കയറ്റി വെക്കണം. ഇതിനിപ്പോൾ സെയിമിലാണ് കിടക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ചുരിദാർ മറിച്ചിടണം. ഇനി അളവെടുക്കുമ്പോൾ മറിച്ചിട്ടിട്ടാണ് അളവെടുക്കുക. ഷേപ്പും ബോഡി വണ്ണം സ്ലിറ്റും അത് നമ്മൾ അതിൻ്റെ മീതെ വെച്ച് അതേ ഷേപ്പിൽ വരച്ച് എടുത്ത് അതിന് ശേഷം നമ്മൾ ടാപ്പ് കൊണ്ട് ഒന്ന് ജസ്റ്റ് നോക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചുളിവ് വന്നിട്ടുണ്ടെങ്കിൽ അത് വണ്ണം കുറയാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വണ്ണം കൂടാനും സാധ്യതയുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാപ്പിൻ്റെ മുകളിൽ നിന്ന് അളവ് ചുരിദാറും ഇതും കൂടെ നമ്മൾ വെച്ച് നോക്കണം. എന്നാലേ ഇത് വൃത്തിയാവും. അളവെല്ലാം ക്ലിയർ ആണെന്ന് നോക്കണം. പലപ്പോഴും നമ്മൾ വാങ്ങിക്കുന്ന എല്ലാ ചുരിദാറിനും ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് വൃത്തിയായി കിടക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ അത് ഇടുമ്പോൾ ഒരു വൃത്തിയായി തോന്നുകയില്ല. എപ്പോഴും നമ്മൾ ചുരിദാർ വാങ്ങിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ചുരിദാർ കണ്ടാൽ ഒന്നുകിൽ വണ്ണം ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ വണ്ണം കുറയും. അപ്പോൾ വണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സ്ലിറ്റ് കയറ്റി വെക്കാനുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ സ്ലിറ്റ് ഇറക്കി വെക്കാനുണ്ടാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഇത്രയും നീറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇടാൻ പറ്റും. ഇനി നമ്മൾ അളവ് ചുരിദാറിൻ്റെ അടിഭാഗം പുതിയ ചുരിദാറിൻ്റെ അടിഭാഗത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിലെത്രമാത്രം തുണി ബാക്കിയുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1.25 ഇഞ്ച്, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെന്ന് കുറച്ച് കൂടുതൽ ഇടേണ്ടി വരും. കാരണം അവർക്ക് ഉള്ളിലേക്ക് മടക്കി വെക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് ആ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് അവിടെ മടക്കി തയ്ക്കാം. പഠിക്കുന്ന കുട്ടികൾക്കും ഇത് വളരെ ഈസിയായി ചെയ്യാവുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ചുരിദാറിൻ്റെ അതിൻ്റെ മീതെ വിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കാണാനും പറ്റും. അപ്പോൾ അത് അളവെടുക്കുമ്പോൾ അത് അതിൻ്റെ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല. ഓപ്പണിൻ്റെ ഭാഗത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ 1.5 ഇഞ്ചോ 1.25 ഇഞ്ചോ ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല നീറ്റായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഭംഗിയാവും. തയ്ക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം കസ്റ്റമർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്.